കഴകപ്രവൃത്തിയിൽ തിരികെ കയറാനില്ലെന്ന് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ജാതി അധിക്ഷേപം നേരിട്ട ബാലു. മറ്റൊരു തസ്തികയ്ക്കായി സർക്കാരിന് അപേക്ഷ നൽകാനാണ് ബാലുവിന്റെ തീരുമാനം. തസ്തിക മാറ്റി നൽകണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം അധികാരിക്ക് അപേക്ഷ നൽകുമെന്ന് ബാലു പറഞ്ഞു. ഞാൻ എന്തായാലും ഇന്ന് ബോർഡില് അഡ്മിനിസ്ട്രേറ്റർക്ക് എന്റെ അപേക്ഷ കൊടുക്കും. അങ്ങനെ അപേക്ഷ പരിഗണിക്കുകയാണെങ്കിൽ നന്നായിരിക്കുമെന്നൊരു ആഗ്രഹമുണ്ട്. ഉത്സവം ആവുമ്പോഴത്തേക്കും വീണ്ടും ഇതുപോലൊരു ബഹിഷ്കരണം വന്നു കഴിഞ്ഞാൽ, അതായത് അമ്പലത്തിലെ ചടങ്ങുകൾ മുടങ്ങുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് മാനസികമായ ബുദ്ധിമുട്ട്. അതിനും ചേർന്ന് ഞാൻ മാറിയിരിക്കുന്നു. അത് ബോർഡ് എന്താണ് അതിൽ തീരുമാനം എടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും എന്റെ ഇനിയുള്ള നിലപാട്. തീർച്ചയായിട്ടും നഷ്ടമാകും, അതിൽ വിഷമമുണ്ട്. പക്ഷെ എന്നാലും അമ്പലം നല്ല രീതിയിൽ പോകണം എന്നുള്ള ആഗ്രഹം. കഴകപ്രവൃത്തിയിൽ നിന്നും ബാലുവിനെ മാറ്റാനാകില്ലെന്ന് ദേവസ്വം ചെയർമാൻ CK ഗോപിയും വ്യക്തമാക്കി. അന്തിമ തീരുമാനം സർക്കാരിൻ്റെതാണെന്നും ദേവസ്വം ചെയർമാൻ പറഞ്ഞു. സർക്കാർ നിയമിച്ചിരിക്കുന്നത് കഴകം പോസ്റ്റിലേക്കാണ്. ആ പോസ്റ്റിലാണ് ആൾ ജോലി ചെയ്യാൻ അർഹപ്പെട്ട ആൾ. ആ പോസ്റ്റിലാണ് ജോലി ചെയ്യേണ്ടത്. വർക്ക് അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അഡ്മിനിസ്ട്രേറ്റർ താൽക്കാലികമായിട്ട് ഓഫീസിലേക്ക് വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിംഗ് ഓർഡർ, സർക്കാരിൻ്റെ ഉത്തരവ് നടപ്പിലാക്കുക മാത്രമാണ് ദേവസ്വത്തിൻ്റെ ചുമതല. പ്രതിഷ്ഠാ ദിനം പോലെയുള്ള ഒരു മഹത്തായ ചടങ്ങ് അല്ലെങ്കിൽ കർമ്മം അത് നടക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തജനങ്ങളെ സംബന്ധിച്ച് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ വന്നപ്പോഴാണ് അഡ്മിനിസ്ട്രേറ്റർ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. യാതൊരു വിവേചനങ്ങളും ആരോടും കാണിക്കാൻ പാടില്ല ഇന്നത്തെ ഇന്ത്യയുടെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. ക്ഷേത്രവിശ്വാസികളെ ഭിന്നിപ്പിക്കാൻ ജാതി വിവേചനം എന്ന നീച പ്രചരണം ചിലർ നടത്തുന്നതായി കൂടൽമാണിക്യം ദേവസ്വം തന്ത്രി പ്രതിനിധി ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് പ്രസ്താവനയിൽ ആരോപിക്കുകയും ചെയ്തു. ജെയ്സൺ ചമോളപ്പിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ ചമോളപ്പിൽ, ബാലു എന്തായാലും കഴകപ്പണിക്ക് തിരികെ കൂടൽമാണിക്യ ക്ഷേത്രത്തിലേക്കില്ല. എന്നാൽ കഴകപ്പണിയല്ലാതെ മറ്റൊരു പണിക്കും ബാലുവിനെ തൽക്കാലം നിയോഗിക്കാൻ കഴിയില്ലെന്ന് ദേവസ്വം ബോർഡും തീരുമാനമെടുക്കുന്നു. എന്തായിരിക്കും ഇനി മുന്നിലുള്ള സാധ്യതകൾ? ഡോക്ടർ അരുൺകുമാർ, ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ കഴക പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം പുതിയ തരത്തിലേക്ക് കടക്കുകയാണ്. പ്രധാനമായും ബാലു കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു ഇനി കഴക പ്രവൃത്തിയിലേക്ക് ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. മറ്റൊരു തസ്തികയിൽ തൊഴിൽ തുടരാൻ അനുവദിച്ചാൽ അത് തുടരണമെന്നാണ് ആഗ്രഹമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇന്ന് ദേവസ്വം ചെയർമാൻ CK ഗോപി വ്യക്തമാക്കുന്നത് നിയമപരമായും സാങ്കേതികമായും കഴക പ്രവൃത്തിയിൽ തന്നെ തുടരേണ്ടതുണ്ട് എന്നതാണ്. ഈ മറ്റൊരു തീരുമാനം ഉണ്ടാകണമെങ്കിൽ സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. നിയമപരമായി കഴകപ്രവൃത്തിയിൽ എന്ന തസ്തികയിൽ ജോലി നേടിയതാണ് ബാലു. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ആത്മവിശ്വാസത്തോടുകൂടി ബാലുവിന് ദേവസ്വത്തിലേക്ക് എത്താൻ തങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതേസമയം തന്നെ മറ്റൊരു തസ്തിക വേണമെങ്കിൽ അത് സംബന്ധിച്ച് അപേക്ഷ നൽകി ആ അപേക്ഷ സംസ്ഥാന സർക്കാരോ മറ്റേതെങ്കിലും ഏജൻസികളോ, അത് കോടതി ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഏജൻസികൾ പരിഗണിച്ച് തീരുമാനമാകാതെ അത് നടപ്പാവില്ല എന്ന് തന്നെയാണ് പ്രധാനമായും ദേവസ്വം ചെയർമാൻ വ്യക്തമാക്കിയത്. പക്ഷേ ഇനി താൻ അങ്ങോട്ടില്ല എന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് ഇത് സംബന്ധിച്ച ഒരു അപേക്ഷ നൽകുമെന്നും ബാലു വ്യക്തമാക്കുന്നു. ഇനി താൻ കാരണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അമ്പലത്തിനകത്ത് ഒരു അസ്വസ്ഥതയോ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ ഇടയാകരുത്. അത് തനിക്ക് വലിയ മാനസിക പ്രയാസം ഉണ്ടാക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആ പോസ്റ്റിലേക്ക്, കഴക പോസ്റ്റിലേക്ക് താൻ വരാൻ തയ്യാറല്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദേവസ്വം തന്ത്രിയുടെ സാംസ്കാരിക കേരളത്തിന് വല്ലാതെ അപമാനകരമായ ഒരു അടയാളമായി മാറുകയാണ് കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഈ നിലപാട്.